സോ നമ്മുടെ ഫസ്റ്റ് വരുന്ന ഡിസ്റ്റർബിംഗ് ഫോഴ്സാണ് വാട്ടർ പ്രഷർ എന്ന് പറയുന്നത്. മോസ്റ്റ് മേജർ എക്സ്റ്റേണൽ ഡിസ്റ്റർബിംഗ് ഫോഴ്സാണ് ഈ ഒരു വാട്ടർ പ്രഷർ. അപ്പോൾ നമ്മുടെ ഡാം നോക്കിക്കഴിഞ്ഞാൽ അപ്സ്ട്രീം സൈഡിൽ റിസർവോയർ ഫോം ചെയ്ത് അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, വാട്ടർ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് ദിസ് വാട്ടർ ഈസ് ആക്ടിങ് എ ത്രസ്റ്റ് ടുവേർഡ്സ് ദി ഡാം ആൻഡ് ഡാം ഹാസ് ടു റെസിസ്റ്റ് ദിസ് ത്രസ്റ്റ് ഫോർ ബീയിങ് സ്റ്റേബിൾ. അതാണ് നമ്മുടെ വാട്ടർ പ്രഷർ എന്ന് പറയുന്നത്. ആൻഡ് ഇതിൻ്റെ ഒരു മാഗ്നിറ്റ്യൂഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഡയഗ്രാം യൂസ് ചെയ്തിട്ടാണ്. അതിൻ്റെ ഒരു തിയറി ബേസിസിലാണ് വാട്ടർ പ്രഷറിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഡയഗ്രാം ഒരു വാട്ടർ പ്രഷറിൻ്റെ കേസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ട്രയാങ്കുലർ ഷേപ്പാണ് നമ്മുടെ പ്രഷർ ഡയഗ്രത്തിനുള്ളത്. ആൻഡ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് വാട്ടർ സർഫസിൽ ഇറ്റ്സ് ഹാവിങ് ആൻ ഇൻറ്റൻസിറ്റി 0 ആൻഡ് ഇതിൻ്റെ ഒരു ഡെപ്ത് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, വാട്ടർ പ്രഷറിൻ്റെ ഇൻറ്റൻസിറ്റി കൂടി വരുന്നു. സപ്പോസ് ക്യാപിറ്റൽ എച്ച് ആണ് നമ്മുടെ അപ്സ്ട്രീം സൈഡിലുള്ള റിസർവോയറിലെ വാട്ടറിൻ്റെ ഹൈറ്റ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ബേസിലെത്തുമ്പോഴത്തേക്കും വാട്ടർ പ്രഷറിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് γW ആയിട്ട് മാറും. ആൻഡ് എന്താണ് സ്റ്റാർട്ടിങ്ങിൽ 0 ആയിരുന്നു, ബേസിലേക്ക് അത് ഇൻക്രീസ് ചെയ്ത് ഏറ്റവും ബോട്ടം ഓഫ് ദി റിസർവോയർ എത്തുമ്പോഴത്തേക്കും γW ആയിട്ട് മാറുന്നു. γW എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി യൂണിറ്റ് വെയിറ്റ് ഓഫ് ദി വാട്ടർ. നമ്മൾ പ്രോബ്ലത്തിന് വേണ്ടിയിട്ട് 9.81 kN/m³ എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും അഡോപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ. ആൻഡ് ഈ ഒരു ഡയഗ്രത്തിൻ്റെ പ്രഷർ ഡയഗ്രത്തിൻ്റെ ഏരിയ എടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ടോട്ടൽ വാട്ടർ പ്രഷർ ആ ഒരു ഫോഴ്സ് എത്രയാണ്, റിസൾട്ടൻ്റ് ഫോഴ്സ് എത്രയാണെന്നുള്ളത് കിട്ടും. സോ ഇതൊരു ട്രയാങ്കുലർ ഷേപ്പാണ് ആൻഡ് ഇറ്റ്സ് ഏരിയ ഈസ് ഗിവൺ ബൈ ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ്. ഓക്കെ. ഇപ്പോൾ ഹാഫ് ബേസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് ഗിവൺ ആസ് γW ബോട്ടത്തിലുള്ള പ്രഷർ ഇൻറ്റൻസിറ്റി γW ആൻഡ് ഹാവിങ് എ ഹൈറ്റ് ക്യാപിറ്റൽ H സോ ദാറ്റ് ദി റിസൾട്ടൻ്റ് ഫോഴ്സ് വിൽ ബി ഹാഫ് γW² ഓക്കെ. H എന്ന് പറയുന്നത് അപ്സ്ട്രീം സൈഡിലുള്ള വാട്ടറിൻ്റെ ഹൈറ്റ്, γW പറഞ്ഞു യൂണിറ്റ് വെയിറ്റ് ഓഫ് ദി വാട്ടർ. ആൻഡ് ഇത് നമ്മളൊരു റിസൾട്ടൻ്റ് ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആക്ട് ചെയ്യുന്ന ലൊക്കേഷൻ, പൊസിഷൻ ഓഫ് ദി റിസൾട്ടൻ്റും കൂടി നമ്മൾ കണ്ടുപിടിക്കും. അപ്പോൾ ഇതൊരു ട്രയാങ്കുലർ ഷേപ്പാണല്ലോ. അപ്പോൾ ഈ ഒരു ട്രയാങ്കുലർ ഷേപ്പ് നോക്കുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു പോയിന്റിൽ നിന്ന് ഡാമിൻ്റെ എന്താണ് പോയിന്റ് ഇവിടെ ആണല്ലോ, അപ്പോൾ ഇവിടെ നിന്നാണ് ഞാൻ റിസൾട്ടൻ്റ് ആക്ട് ചെയ്യുന്ന പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് റൈറ്റ് ആംഗിൾ ആണ്. ഇൻ ട്രയാങ്കിളിൻ്റെ കേസിൽ റൈറ്റ് ആംഗിളിൽ നിന്നാണ് എന്താണ് നമ്മൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഏത് ഡയറക്ഷനിലേക്കാണോ നമ്മൾ പോകുന്നത് ആ ഒരു ഡയറക്ഷൻ്റെ 1/3 ഡിസ്റ്റൻസിലായിരിക്കും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരുന്നത്. അപ്പോൾ ഞാൻ ഈ പോയിന്റിൽ നിന്ന് വെർട്ടിക്കൽ ഡയറക്ഷനിലാണ് എൻ്റെ റിസൾട്ടൻറ്റിൻ്റെ പൊസിഷൻ ഞാൻ നോക്കുന്നത്. അപ്പോൾ ഈ ഒരു വെർട്ടിക്കൽ ഡയറക്ഷൻ്റെ ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ H ആണ്. സോ അതിൻ്റെ 1/3 ഡിസ്റ്റൻസ് h/3 ഡിസ്റ്റൻസിലാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരുന്നത്. ആൻഡ് ഈ റിസൾട്ടൻ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലായിരിക്കും. സോ ദാറ്റ് ദിസ് ഈസ് ആക്ടിങ് അറ്റ് h/3 ഫ്രം ദി ബേസ്. ഓക്കെ. സപ്പോസ് ഇവിടെ നിന്നാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ണ്ടെങ്കിൽ അതെന്തെയും 2h/3 ആയിട്ട് മാറും. കാര്യം ഇതൊരു അക്യൂട്ട് ആംഗിൾ ആണ്. ട്രയാങ്കുലർ ഷേപ്പിന്റെ കാര്യത്തിൽ അക്യൂട്ട് ആംഗിളിൽ നിന്നാണ് നമ്മൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി നോക്കുന്നതെങ്കിൽ ആ സൈഡിന്റെ 2/3 ഡിസ്റ്റൻസിലായിരിക്കും. ഇവിടെ നിന്ന് നോക്കിയത് കൊണ്ട് ഇതൊരു റൈറ്റ് ആംഗിൾ ആയതുകൊണ്ടാണ് 1/3 ഡിസ്റ്റൻസിൽ വന്നത്. ഓക്കെ. ഇതാണ് മോസ്റ്റ് മേജർ ആയിട്ടുള്ള എക്സ്റ്റേണൽ ഡിസ്റ്റർബിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇത് ഒരു കേസാണ് വാട്ടർ പ്രഷറിന്റെ കാര്യത്തിൽ. ഇതിന്റെ എന്താണ് ഡാമിന്റെ ഒരു ഫേസ് എന്ന് പറയുന്നത് ഫുള്ളായിട്ട് എന്താണ് ഒരു വെർട്ടിക്കൽ ഫേസ് ആയിട്ടുള്ള കേസാണ് ഇത്. ഇനി ഇതിന് വേറൊരു കേസും കൂടി വരാം. അതാണ് ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. അതായത് അപ്സ്ട്രീം ഫേസ് എന്ന് പറയുന്നത് പാർട്ട്ലി വെർട്ടിക്കലും പാർട്ട്ലി ഇൻക്ലൈൻഡുമാണ്. ഓക്കെ. രണ്ട് രീതിക്ക് വരുന്നു. സോ ദാറ്റ് നമുക്ക് ഒറ്റ പ്രഷർ ഡയഗ്രാം ഇതിന് ഫുള്ളായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു വെർട്ടിക്കൽ വരുന്നതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പ്രഷർ ഡയഗ്രാം കൊടുക്കാൻ പറ്റും. നമ്മൾ നേരത്തെ വെർട്ടിക്കലിൻ്റെ കേസിൽ പറഞ്ഞ രീതിക്ക് നമുക്കത് സോൾവ് ചെയ്യാനും പറ്റും. പക്ഷേ ഇവിടെയുള്ള ടോട്ടൽ വാട്ടർ പ്രഷർ എന്ന് പറയുമ്പോഴത്തേക്കും അതിന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, രണ്ട് കമ്പോണൻസ് ആയിട്ട് ഇതിനെ റിസോൾവ് ചെയ്യുന്നു. ഒരു ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് PHും അതുപോലെ ഒരു വെർട്ടിക്കൽ കമ്പോണൻറ്റ് PVയും എന്ന് രണ്ടായിട്ട് നമ്മൾ റിസോൾവ് ചെയ്തിട്ട് ഇതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് കേസിൽ ഡിസ്കസ് ചെയ്ത പോലെ ഫുൾ എന്താണ് അപ്സ്ട്രീം ഫേസ് വെർട്ടിക്കൽ വരുന്ന രീതിക്ക് നമ്മൾ എന്ത് ചെയ്യും, റിസോൾവ് ചെയ്യും. ഹാഫ് γW എന്ന് നമുക്ക് PH കിട്ടും, വിച്ച് ഈസ് ആക്ടിങ് അറ്റ് എ ഡിസ്റ്റൻസ് h/3. ഓക്കെ. ആൻഡ് വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഓഫ് ദി വാട്ടർ പ്രഷർ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഈ ഒരു ഫിഗറിൽ ഈ ABCDA എന്ന് പറയുന്ന ഈ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ഇത്രയും ഒരു കോളമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇത്രയും ഒരു എന്താണ് സ്പേസിൽ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന വാട്ടറിൻ്റെ ടോട്ടൽ വെയിറ്റ് അതാണ് നമ്മുടെ PV ആയിട്ട് വരുന്നത്. ആൻഡ് ദിസ് വെയിറ്റ് എന്ന് പറയുന്നത് ഈ ഒരു കോളത്തിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എവിടെയാണോ അവിടെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ആ ഒരു ടോട്ടൽ വെർട്ടിക്കൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ.
അങ്ങനെ നമ്മൾ രണ്ടായിട്ട് റിസോൾവ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഈ ഒരു വെർട്ടിക്കലും ഇൻക്ലൈൻഡുമായിട്ടുള്ള ഫേസ് കമ്പൈൻ ആയിട്ട് വന്നാൽ ചെയ്യും. അതുപോലെ തന്നെ വരാനുള്ളതാണ് ഈ ഒരു ഡൗൺ സ്ട്രീം സൈഡിലെ കേസ്. നമ്മുടെ ഡാം ആകുമ്പോഴത്തേക്കും എന്താണ് ഡൗൺ സ്ട്രീം സൈഡിലും സം എമൗണ്ട് ഓഫ് വാട്ടർ കാണാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഡൗൺ സ്ട്രീം സൈഡിൽ പ്രസന്റ് ആയിട്ടുള്ള വാട്ടറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ടെയിൽ വാട്ടർ എന്ന് പറയുന്നത്. അപ്പം ടെയിൽ വാട്ടർ സപ്പോസ് പ്രസന്റ് ആണെന്നുണ്ടെങ്കിൽ ചില ക്വസ്റ്റ്യൻസിൽ ടെയിൽ വാട്ടർ ഉണ്ടെന്ന് കൺസിഡർ ചെയ്യാൻ പറയും, ചില കേസസിൽ നെഗ്ലക്റ്റ് ടെയിൽ വാട്ടർ എന്ന് പറഞ്ഞിരിക്കും. ഓക്കെ, അപ്പം ഡൗൺ സ്ട്രീം സൈഡിലുള്ള എമൗണ്ട് ഓഫ് വാട്ടർ, അതാണ് നമ്മുടെ ടെയിൽ വാട്ടർ എന്ന് പറയുന്നത്. സപ്പോസ് H- ഹൈറ്റിലാണ് ആ ഒരു ടെയിൽ വാട്ടർ ഉള്ളത് എന്നുണ്ടെങ്കിൽ നമ്മുടെ അപ്സ്ട്രീം സൈഡിൽ ചെയ്ത പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡൗൺ സ്ട്രീം സൈഡിലും ഒരു പ്രഷർ ഡയഗ്രാം നമുക്ക് വരയ്ക്കാം. ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഡയഗ്രാം വരച്ചിട്ട് നമുക്ക് ഇവിടെ റിസോൾവ് ചെയ്ത പോലെ തന്നെ PH എന്നും PV എന്നും ഇവിടെയും ഒരു കോളം ഉണ്ടാവും. ഇവിടെ ഒരു ട്രയാങ്കുലർ ഷേപ്പിൽ തന്നെയാണ് കോളം ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു കോളത്തിലുള്ള വാട്ടറിൻ്റെ വെയിറ്റ് PV ആയിട്ട് വരും. അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ ആക്ട് ചെയ്യുന്നു. ആൻഡ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഡയഗ്രാമും വരയ്ക്കാം. അതിൻ്റെ എന്താണ് റിസൾട്ടൻ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ഹാഫ് ബേസ് എന്ന് പറയുന്നത് γW H' ആണ്. അപ്പോൾ ഹാഫ് γW H' ഇൻറ്റു എന്താണ് ഈ ഒരു ഹൈറ്റ് എത്രയാണ്, ഹാഫ് γW H' ഇൻറ്റു ഈ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് H'. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത് എത്രയാണെന്ന് എടുക്കാം, ഹാഫ് γW H' എന്ന് എടുക്കാം. ആൻഡ് അത് ആക്ട് ചെയ്യുന്നത് H'/3 ഡിസ്റ്റൻസിലായിരിക്കും. ഇത് ടെയിൽ വാട്ടർ വന്നാലുള്ള കേസാണ് വാട്ടർ പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതാണ് നമ്മുടെ മേജർ ഡിസ്റ്റർബിംഗ് ഫോഴ്സായിട്ട് ആക്ട് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വാട്ടർ പ്രഷർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നത് ഈ ഒരു അപ്ലിഫ്റ്റ് പ്രഷറിൻ്റെ കേസാണ്. നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്ലിഫ്റ്റ് പ്രഷറാണ്. അപ്ലിഫ്റ്റ് പ്രഷർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഡാമിൻ്റെ കേസ് നോക്കിയാൽ അതിനകത്ത് പോൾസ്, അതുപോലെ തന്നെ ക്രാക്സ് അല്ലെങ്കിൽ ഫൗണ്ടേഷൻസിൽ ഫിഷേഴ്സ് പോലെയുള്ള ഓപ്പൺ സ്പേസസ് ഉണ്ടാവും, ത്രൂ വിച്ച് വാട്ടർ ക്യാൻ പാസ് ഫ്രം ദി അപ്സ്ട്രീം സൈഡ് ടു ദി ഡൗൺ സ്ട്രീം സൈഡ്. ഓക്കെ, അതായത് വാട്ടർ എന്ത് ചെയ്യും, അപ്സ്ട്രീം സൈഡിൽ നിന്ന് എന്ത് ചെയ്യും, ഈ പോൾസിൽ കൂടിയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഡൗൺ സ്ട്രീം സൈഡിലേക്ക് പോകാൻ പറ്റും. അങ്ങനെ വാട്ടറിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ ഡാമിൻ്റെ അടിയിൽ കൂടിയായിരുന്നു ഈ വാട്ടർ ഇങ്ങനെ പോകുന്നത്. അപ്പം അതെന്ത് ചെയ്യും, ഡാമിലേക്ക് ഒരു അപ്വേർഡ് ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് കൊടുക്കാനുള്ള ടെൻഡൻസി ഉണ്ട്. ആ ഒരു ഫോഴ്സിനെ ഇങ്ങനെ ഡാമിനടിയിൽ കൂടി പോകുന്ന വെള്ളം ഡാമിലേക്ക് കൊടുക്കുന്ന ആ ഒരു ത്രസ്റ്റ്, അതാണ് നമ്മുടെ അപ്ലിഫ്റ്റ് പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതും ഒരു എന്താണ് ഡിസ്റ്റർബിംഗ് ഫോഴ്സാണ് അപ്ലിഫ്റ്റ് പ്രഷർ. ഇതിനെയും ഡാമിൻ്റെ സെൽഫ് വെയിറ്റ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അത് റെസിസ്റ്റ് ചെയ്ത് സ്റ്റെബിലൈസ് ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഈ ഒരു അപ്ലിഫ്റ്റ് പ്രഷറിൻ്റെ മാഗ്നിറ്റ്യൂഡും കണ്ടുപിടിച്ച് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, അതിൻ്റെ കാൽക്കുലേഷൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അപ്ലിഫ്റ്റ് പ്രഷർ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ടർ പ്രഷറിൻ്റെ സെയിം തിയറി തന്നെയാണ് നമ്മൾ ഇവിടെയും യൂസ് ചെയ്യുന്നത്. അത് ഈ ഒരു ഫിഗർ വെച്ചിട്ട് പറയാം. ദാറ്റ് ഈസ് ഇതിലിപ്പം എന്താണ് രണ്ട് ഡാം ഞാൻ കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഡാം നോക്കിക്കഴിഞ്ഞാൽ നോ ഡ്രെയിനേജ് ഗാലറി. ഓക്കെ, ഇതിനകത്ത് നമ്മൾ ഗാലറീസ് ഒന്നും തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ഗാലറി എന്താണെന്നുള്ളത് നമ്മുടെ ഈ ഒരു മൊഡ്യൂളിൻ്റെ തന്നെ ലാസ്റ്റ് പോർഷനിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഗാലറീസ് ഒന്നും തന്നെ പ്രൊവൈഡ് ചെയ്യാത്ത ഒരു ഡാമും അതുപോലെ തന്നെ ഗാലറി പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു ഡാമും രണ്ട് കേസും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ രണ്ടിൻ്റെയും എന്താണ് അപ്ലിഫ്റ്റ് പ്രഷർ ഡയഗ്രാം തമ്മിലുള്ള ഡിഫറൻസും ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഗാലറീസ് പ്രൊവൈഡ് ചെയ്യാത്ത കേസ് നോക്കാം ആദ്യം. അപ്പോൾ ഇതിൻ്റെ അപ്ലിഫ്റ്റ് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നമ്മുടെ ഹീൽ സൈഡും അതുപോലെ തന്നെ ഇത് നമ്മുടെ ടോ സൈഡും, അപ്സ്ട്രീം സൈഡിൽ ഹീൽ സൈഡും ഡൗൺ സ്ട്രീം സൈഡിൽ ടോ സൈഡുമാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ അപ്ലിഫ്റ്റ് പ്രഷർ ഡയഗ്രാം എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുന്നത്, ഹീൽ സൈഡിലെയും ടോ സൈഡിലെയും ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, അത് എത്രയാണ്, അപ്സ്ട്രീം സൈഡിൽ ക്യാപിറ്റൽ H ഹൈറ്റിലും ഡൗൺ സ്ട്രീം സൈഡിൽ H' ഹൈറ്റിലുമാണ് വാട്ടർ ഉള്ളത്. അപ്പം ഹീലിലും ടോയിലുമുള്ള ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ എത്രയാണ്, γWH അതുപോലെ γWH'. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ രണ്ട് വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യുന്നു, മാർക്ക് ചെയ്യുന്നു, ലൈൻ വെച്ച് മാർക്ക് ചെയ്യുന്നു. ആൻഡ് ഇതിനെ രണ്ടിനെയും കൂടി എന്ത് ചെയ്യുന്നു, ഒരു സ്ട്രേറ്റ് ലൈൻ വെച്ച് ജോയിൻ ചെയ്യിക്കുന്നു. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ ഒരു അപ്ലിഫ്റ്റ് പ്രഷർ ഡയഗ്രാം കിട്ടുന്നത്. ഇത് നമ്മുടെ എന്താണ് ഡ്രെയിനേജ് ഗാലറി പ്രൊവൈഡ് ചെയ്തിട്ടില്ലാത്ത കേസിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ അപ്ലിഫ്റ്റ് പ്രഷർ ഡയഗ്രാം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നമ്മുടെ എന്താണ് ഡ്രെയിനേജ് ഗാലറി പ്രൊവൈഡ് ചെയ്തിട്ടില്ലാത്ത കേസിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ അപ്ലിഫ്റ്റ് പ്രഷർ ഡയഗ്രാം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നമ്മുടെ എന്താണ് ഡ്രെയിനേജ് ഗാലറി പ്രൊവൈഡ് ചെയ്തിട്ടില്ലാത്ത കേസിൽ. ഓക്കെ,
uplift pressure intensities at heel and toe should be taken equal to their respective hydrostatic pressures and joined by a straight line in between. എപ്പോഴാണ് നമ്മൾ ഡ്രെയിനേജ് ഗാലറീസ് പ്രൊവൈഡ് ചെയ്തിട്ടില്ലാത്ത കേസിൽ, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഹീലിലെയും ടോയിലെയും അപ്ലിഫ്റ്റ് പ്രഷേഴ്സ് നമ്മൾ മാർക്ക് ചെയ്തു, ദെൻ അതിനെ സ്ട്രേറ്റ് ലൈൻ വെച്ച് ജോയിൻ ചെയ്തു. ഓക്കെ, ഇനി നമ്മുടെ ഡ്രെയിനേജ് ഗാലറി നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള കേസിൽ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് ഹീലിലെയും ടോയിലെയും അപ്ലിഫ്റ്റ് പ്രഷേഴ്സ് മാർക്ക് ചെയ്യും. ഗാമ ഡബ്ല്യു എച്ചും അതുപോലെ ഗാമ ഡബ്ല്യു എച്ച് ഡാഷ് മാർക്ക് ചെയ്യും. ഓക്കെ, ദെൻ ഇതിനെ രണ്ടിനെയും കൂടി ഡയറക്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റില്ലല്ലോ, പിന്നെ രണ്ടും തമ്മിൽ ഒരു ഡിഫറൻസും വരുന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഗാലറിയുടെ പോയിന്റ് വരുന്ന സ്ഥലത്തുള്ള അപ്ലിഫ്റ്റ് പ്രഷറും കൂടി നമുക്ക് എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യണം. അതിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഗാമ ഡബ്ല്യു എച്ച് ഡാഷ് പ്ലസ് 1/3 ഓഫ് ഗാമ ഡബ്ല്യു എച്ച് മൈനസ് ഗാമ ഡബ്ല്യു എച്ച് ഡാഷ്. അതായത് നമ്മുടെ എന്താണ് ടോയിലുള്ള അപ്ലിഫ്റ്റ് പ്രഷർ, ടോയിലുള്ള ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ, അതിനോടൊപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഹീലിലെയും ടോയിലെയും ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ തമ്മിലുള്ള ഡിഫറൻസിൻ്റെ 1/3 നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അപ്പം ടോയിലുള്ള ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഗാമ ഡബ്ല്യു എച്ച് ഡാഷ്, അതേ പ്ലസ് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഗാമ ഡബ്ല്യു എച്ച് മൈനസ് ഗാമ ഡബ്ല്യു എച്ച് ഡാഷ്, അതിൻ്റെ 1/3. ഓക്കെ, ഡിവൈഡഡ് ബൈ 3. അത് നമ്മൾ എന്ത് ചെയ്യണം, ഗാമ ഡബ്ല്യു എച്ച് ഡാഷിനോടൊപ്പം ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഗാലറിയിലുള്ള എന്ത് കിട്ടും, ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇത് മൂന്നിനെയും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു, സ്ട്രേറ്റ് ലൈൻ വെച്ചിട്ട് ജോയിൻ ചെയ്യാണ് ചെയ്യുന്നത്. ഗാമ ഡബ്ല്യു എച്ച് ഹീലിൽ നിന്ന് നമ്മൾ ഗാലറിയിലേക്ക് ജോയിൻ ചെയ്യുന്നു, ദെൻ ഗാലറിയിൽ നിന്ന് ടോയിലേക്ക് ജോയിൻ ചെയ്യുന്നു. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും, ഗാലറി പ്രൊവൈഡ് ചെയ്യുന്ന കേസിലുള്ള അപ്ലിഫ്റ്റ് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നു. ഇതാണ് അപ്ലിഫ്റ്റ് പ്രഷറിൻ്റെ കേസിൽ 2 കേസസ് ആയിട്ട് വരുന്നത്, ഗാലറി ഉള്ളതും ഗാലറി ഇല്ലാത്തതുമായിട്ട് വരുന്നത്. ഓക്കെ, ആൻഡ് ഈ ഒരു അപ്ലിഫ്റ്റ് പ്രഷർ എടുക്കുന്ന സമയത്ത് നമ്മൾ ഒരു അസംഷനും കൂടി എടുക്കുന്നുണ്ട്. അതായത് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എർത്ത് ക്വേക്ക് പ്രഷർ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു എർത്ത് ക്വേക്ക് പ്രഷറിന് അപ്ലിഫ്റ്റ് പ്രഷറിൻ്റെ കാര്യത്തിൽ യാതൊരു റോളും ഇല്ല എന്നുള്ള ഒരു അസംഷൻ കൂടി നമ്മളിവിടെ എടുക്കുന്നുണ്ട്. അപ്ലിഫ്റ്റ് പ്രഷേഴ്സ് ആർ നോട്ട് അഫക്റ്റഡ് വിത്ത് എർത്ത് ക്വേക്ക് ഫോഴ്സസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു അസംഷനാണ്. ആൻഡ് ഈ ഒരു അപ്ലിഫ്റ്റ് പ്രഷർ ഡിസ്റ്റർബിങ് ഫോഴ്സ് ആണല്ലോ, അപ്പോൾ നമുക്കതിനെ മിനിമൈസ് ചെയ്താൽ അത്രയും നല്ലതാണ്. സ്റ്റെബിലൈസ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അത്രയും നല്ലതാണ് അപ്ലിഫ്റ്റ് പ്രഷർ മിനിമൈസ് ചെയ്യുന്നത്. അപ്പോൾ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അപ്സ്ട്രീം ഫേസിൽ കട്ട് ഓഫ് വാൾസ് പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ ഡാം ഫൗണ്ടേഷനും ഇടയ്ക്ക് നമുക്ക് ഡ്രെയിനേജ് ചാനൽസ് പ്രൊവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ പ്രഷർ ഗ്രൗട്ടിംഗ് ഫൗണ്ടേഷൻസ് കൊടുക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലിഫ്റ്റ് പ്രഷർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഡിസ്റ്റർബിംഗ് ഫോഴ്സ് അപ്ലിഫ്റ്റ് പ്രഷറിനെ പറ്റിയും ഡിസ്കസ് ചെയ്തു. ഇനി നെക്സ്റ്റ് വരുന്നത് എർത്ത് ക്വേക്ക് ഫോഴ്സ് ആണ്. അപ്പോൾ എർത്ത് ക്വേക്ക് ഫോഴ്സിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഇന്ത്യയുടെ കേസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു എന്താണ് എർത്ത് ക്വേക്ക് സീസ്മിക് സോൺസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു എർത്ത് ക്വേക്ക് ഫോഴ്സിനെ പറ്റി പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ കേസിൽ നമ്മളൊരു 4-5 സീസ്മിക് സോൺസ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യയെ ടോട്ടലി നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഓരോ സീസ്മിക് സോൺസ് നമ്മൾ പറയുന്നത് ആ ഒരു ഏരിയയിൽ ഉണ്ടാവുന്ന എർത്ത് ക്വേക്കിൻ്റെ ഇൻറ്റൻസിറ്റി വെച്ചിട്ടാണ്. ഓക്കെ, അപ്പം എത്രത്തോളം ഇൻറ്റൻസിറ്റിയിൽ, വളരെ ഹൈ ഇൻറ്റൻസിറ്റിയിൽ എർത്ത് ക്വേക്ക് ഉണ്ടാവാൻ ചാൻസസ് ഉള്ള ഏരിയാസാണ് നമ്മുടെ ഹിമാലയം പോലുള്ള ഏരിയാസ്. അപ്പോൾ അവിടെ നിന്ന് പറയുമ്പോഴത്തേക്കും 4-5 സീസ്മിക് സോൺസിലൊക്കെ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഓരോ സീസ്മിക് സോൺസിലും നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സ്, ഡാം പോലുള്ള ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സ് കൺസ്ട്രക്ട് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഉള്ള എന്താണ് എർത്ത് ക്വേക്ക് ആക്സിലറേഷൻ, നമ്മൾ എന്ത് ചെയ്യും, എർത്ത് ക്വേക്ക് ഫോഴ്സ് കാരണം ഉണ്ടാവുന്ന ആക്സിലറേഷൻസ് കൺസിഡർ ചെയ്യും. ഓക്കെ, ആൻഡ് ഈ ആക്സിലറേഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും 2 കമ്പോണൻസ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്, വെർട്ടിക്കൽ കമ്പോണൻറ്റും അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും. ഈ ഓരോ സീസ്മിക് സോണിലും ഈ ഒരു വെർട്ടിക്കൽ കമ്പോണൻറ്റും അതുപോലെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഓഫ് ആക്സിലറേഷൻ നമ്മൾ എടുക്കുന്നത് നമ്മുടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സ്മോൾ ജി ഉണ്ടല്ലോ, ആ സ്മോൾ ജിയുടെ ഒരു പെർട്ടിക്കുലർ പെർസെൻറ്റേജ് ഓഫ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഓഫ് ആക്സിലറേഷനെ, എർത്ത് ക്വേക്ക് ആക്സിലറേഷനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അത്രയും മാഗ്നിറ്റ്യൂഡിലായിരിക്കും അവിടെ ഉണ്ടാകാവുന്ന എർത്ത് ക്വേക്ക് കാരണമുള്ള ആക്സിലറേഷൻ വരാൻ ചാൻസ് ഉള്ളത് എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ ഡിസൈൻസും പ്രൊസീഡ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഇന്ത്യയിൽ തന്നെയുള്ളൊരു ഡാമിൻ്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ ഫേമസ് ആയിട്ടുള്ളൊരു ഡാമാണ് ഫക്ര ഡാം. ഓക്കെ, അപ്പോൾ ആ ഫക്ര ഡാമിൻ്റെ കൺസ്ട്രക്ഷൻ സമയത്ത് അതിൻ്റെ എന്താണ് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ആക്സിലറേഷൻ, എർത്ത് ക്വേക്ക് ഫോഴ്സ് കാരണം ഉണ്ടാകാവുന്ന ആക്സിലറേഷൻ്റെ കമ്പോണൻസ് നമ്മൾ എടുത്തത് 0.1 G അതുപോലെ തന്നെ 0.15 G എന്നൊക്കെ പറഞ്ഞിട്ടാണ് എടുത്തത്. അപ്പോൾ ആ ഒരു 0.1, 0.15 ദാറ്റ് ഈസ് 10% അല്ലെങ്കിൽ 15% ഓഫ് G എന്ന് വെച്ചിട്ടാണ് എടുത്തത്. അങ്ങനെ ഓരോ സീസ്മിക് സോണിലും എർത്ത് ക്വേക്ക് എത്രത്തോളം ഇൻറ്റൻസിറ്റിയിലാണോ ഉണ്ടാകുന്നത് എന്നുള്ള നമ്മുടെ പ്രീവിയസ് ഒബ്സർവേഷൻസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ജീൻ്റെ ഒരു പെർട്ടിക്കുലർ പെർസെൻറ്റേജ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും,
ചെയ്യും, ഈ ഒരു ആൽഫ വിയും അതുപോലെ തന്നെ ആൽഫ എച്ചും ഒക്കെ കൺസിഡർ ചെയ്യും. ഓക്കെ, അപ്പം എന്താണ് നമ്മുടെ ഗ്രാവിറ്റി ഡാമിൽ ഈ ഒരു ആൽഫ ജി, അതായത് ആൽഫ വി വെർട്ടിക്കൽ ആക്സിലറേഷനും അതുപോലെ ആൽഫ എച്ച് ഹൊറിസോണ്ടൽ ആക്സിലറേഷനും ഉണ്ടാക്കുന്ന എഫക്റ്റ് എന്താണ് എന്നുള്ളതാണ് ഈ ഒരു എർത്ത് ക്വേക്ക് ഫോഴ്സ് വെച്ചിട്ടുള്ള അനാലിസിസിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, ഡിസൈൻ പർപ്പസസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു എർത്ത് ക്വേക്ക് ഫോഴ്സിനെ 2 കമ്പോണൻസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മളിവിടെ വെർട്ടിക്കൽ ആക്സിലറേഷൻ്റെ എഫക്റ്റിനെ പറ്റിയിട്ടാണ് നോക്കുന്നത്, ദാറ്റ് ഈസ് ആൽഫ വി. അപ്പം വെർട്ടിക്കൽ ആക്സിലറേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അത് അപ്വേർഡ് ഡയറക്ഷനിലും ആവാം, അതുപോലെ തന്നെ ഡൗൺവേർഡ് ഡയറക്ഷനിലും ആകാം. ഇതിൻ്റെ ഒരു എഫക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യുന്നു, ഒരു ഇനർഷ്യ ഫോഴ്സ് എക്സർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനെ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് അദ്ദേഹം വെർട്ടിക്കൽ ഇനർഷ്യ ഫോഴ്സ് എന്ന് തന്നെ പറയാം. കാര്യം ആൽഫ എച്ചിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും അവിടെ ഹൊറിസോണ്ടൽ ഇനർഷ്യ ഫോഴ്സ് വരുന്നുണ്ട്. ലൈക്ക് ദാറ്റ് ഇവിടെ എന്ത് ചെയ്യുന്നു, വെർട്ടിക്കൽ ഇനർഷ്യ ഫോഴ്സ് ആണ് ഈ ഒരു വെർട്ടിക്കൽ ആക്സിലറേഷൻ കൊടുക്കുന്നത്, എക്സർട്ട് ചെയ്യുന്നത്. ആൻഡ് ഫോഴ്സിൻ്റെ എന്താണ് ബേസിക് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, മാസ് ഇൻറ്റു ആക്സിലറേഷൻ എന്നുള്ളതാണ്. അതുപോലെ തന്നെ മാസ് എന്ന് പറയുന്നത് വെയിറ്റ് ബൈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുമാണ് അല്ലേ. ഡബ്ല്യു ഈസ് ഈക്വൽ ടു എം ജി എന്നാണല്ലോ. അപ്പോൾ അതിൽ നിന്ന് എം എന്ന് പറയുന്നത് ഡബ്ല്യു ബൈ ജി, വെയിറ്റ് ബൈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പം മാസ് ഇൻറ്റു ആക്സിലറേഷൻ എന്നുള്ളത് ഫോഴ്സിൻ്റെ ബേസിക് ഇക്വേഷൻ. സോ ദാറ്റ് നമുക്ക് ആ ഒരു വെർട്ടിക്കൽ ഇനർഷ്യ ഫോഴ്സിനെ നമുക്ക് എങ്ങനെ എഴുതാം, ഡബ്ല്യു ബൈ ജി ഇൻറ്റു ആക്സിലറേഷൻ. ഇവിടുത്തെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് വെർട്ടിക്കൽ ആക്സിലറേഷൻ ആണ്, ആൽഫ ബി. ഓക്കെ, അപ്പോൾ ഈ ഡബ്ല്യു എന്ന് പറയുന്നത് എന്താ, നമ്മുടെ ഡാമിൻ്റെ ടോട്ടൽ വെയിറ്റ് ആണ് ഡബ്ല്യു എന്ന് പറയുന്നത്. അപ്പോൾ ഡബ്ല്യു ബൈ ജി ഇൻറ്റു ആൽഫ വി എന്ന് പറയുന്ന ഒരു വെർട്ടിക്കൽ ഇനർഷ്യ ഫോഴ്സ് എന്ത് ചെയ്യുന്നു, ഈ ഒരു വെർട്ടിക്കൽ ആക്സിലറേഷൻ കാരണം അവിടെ എക്സേർട്ട് ആവുന്നു. അപ്പം ഈ ഒരു വെർട്ടിക്കൽ ഇനർഷ്യ ഫോഴ്സ് കാരണം എന്ത് ചെയ്യുന്നു, ഡാമിൻ്റെ എഫക്റ്റീവ് വെയിറ്റ് റെഡ്യൂസ് ആവുന്നു. ഡബ്ല്യു മൈനസ് ഡബ്ല്യു ബൈ ജി ഇൻറ്റു ആൽഫ വി എന്ന് പറയുന്ന ഒരു മാഗ്നിറ്റ്യൂഡിലേക്ക് എന്ത് ചെയ്യും, ഡാമിൻ്റെ ടോട്ടൽ എഫക്റ്റീവ് വെയിറ്റ് റെഡ്യൂസ് ആവുന്നു. ആൻഡ് ഈ ഒരു ആൽഫ വി നേരത്തെ പറഞ്ഞു, ഓരോ സീസ്മി സോൺസിലും നമ്മൾ എന്ത് ചെയ്യുന്നു, പർട്ടിക്കുലർ പെർസെൻറ്റേജ് ഓഫ് ജി ആയിട്ടാണ് ആൽഫ വിനെ എടുക്കുന്നതെന്ന് പറഞ്ഞു. ആ ഒരു എന്താണ് പർട്ടിക്കുലർ പെർസെൻറ്റേജ് അല്ലെങ്കിൽ ആ ഒരു ഫ്രാക്ഷൻ 0.1, 0.15, 0.2 അങ്ങനെ എത്ര വേണം വരാം, ആ ഒരു പർട്ടിക്കുലർ ഫ്രാക്ഷനെ ഞാൻ എന്ത് ചെയ്യുന്നു, ജനറലി കെ വി എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, കെ വി ക്യാൻ ബി എനി വാല്യൂ ഓഫ് ജി. ഓക്കെ, കെ വി ഇൻറ്റു ജി എന്ന് ഞാൻ ആൽഫ വിനെ റീറൈറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് ഈ ഇക്വേഷൻ എങ്ങനെ മാറ്റാം, ഡബ്ല്യു മൈനസ് ഡബ്ല്യു ബൈ ജി ഇൻറ്റു കെ വി ജി എന്ന് മാറ്റാം. ജി ക്യാൻസലായി പോകുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും, നെറ്റ് എഫക്റ്റീവ് വെയിറ്റ് ഓഫ് ദി ഡാം എന്ന് പറയുന്നത് ഡബ്ല്യു ഇൻറ്റു 1 മൈനസ് കെ വി എന്ന് മാറും. അതായത് ഈ ഒരു വെർട്ടിക്കൽ ഇനർഷ്യ ഫോഴ്സ് കാരണം ഗ്രാവിറ്റി ഡാമിൻ്റെ നെറ്റ് എഫക്റ്റീവ് വെയിറ്റ് എന്ന് പറയുന്നത് എന്താവുന്നു, 1 മൈനസ് കെ വി എന്ന് പറയുന്ന ഒരു ഫ്രാക്ഷനിലേക്ക് എന്ത് ചെയ്യുന്നു, റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് ഒരു വെർട്ടിക്കൽ ആക്സിലറേഷൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ആക്സിലറേഷൻ കാരണവും എഫക്റ്റ് ഉണ്ടാകുന്നുണ്ട്. വെർട്ടിക്കൽ ആക്സിലറേഷൻ്റെ കേസിൽ നമുക്ക് വെർട്ടിക്കൽ ഇനർഷ്യ ഫോഴ്സ് എന്ന് പറയുന്ന ഒറ്റ ഫോഴ്സിൻ്റെ എഫക്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഹൊറിസോണ്ടൽ ആക്സിലറേഷൻ ആൽഫ എച്ചിൻ്റെ കേസ് വരുമ്പോഴത്തേക്കും 2 ഫോഴ്സസ് ആണ് ഇവിടെ വരുന്നത്, ഹൈഡ്രോഡൈനാമിക് പ്രഷറും അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ഇനർഷ്യ ഫോഴ്സും. ഒരു ഹൊറിസോണ്ടൽ ഇനർഷ്യ ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ വെർട്ടിക്കൽ ഇനർഷ്യ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്ത സെയിം പ്രൊസീജിയറിൽ വരും. ഫൈനൽ ഇക്വേഷൻ വരുമ്പോഴത്തേക്കും കെ വി മാറിയിട്ട് കെ എച്ച് എന്ന് പറയുന്ന ഒരു ഡിഫറൻസ് മാത്രമേ അതിൽ വരത്തുള്ളൂ. ഹൈഡ്രോഡൈനാമിക് പ്രഷറാണ് ഇവിടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഒരു ഹൈഡ്രോഡൈനാമിക് പ്രഷറിൻ്റെ എന്താണ് മാഗ്നിറ്റ്യൂഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 പേരാണ് അതിൻ്റെ ഒരു മാഗ്നിറ്റ്യൂഡ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്, സച്ചസ് വോൺ കർമാനും അതുപോലെ തന്നെ സാങ്കറും. ഓക്കെ, 2 പേരുടെ ഇക്വേഷൻസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഹൈഡ്രോഡൈനാമിക് പ്രഷറിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. അപ്പം എന്താണ് വോൺ കർമാൻ്റെ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ പി ഇ ആണ് നമ്മുടെ ഹൈഡ്രോഡൈനാമിക് ഫോഴ്സ് എന്ന് പറയുന്നത്. സോ എന്താണ് എമൗണ്ട് ഓഫ് ഹൈഡ്രോഡൈനാമിക് ഫോഴ്സ് പി ഇ ഇറ്റ് ഈസ് ഗിവൺ ആസ് 0.555 കെ എച്ച് ഗാമ ഡബ്ല്യു ക്യാപിറ്റൽ എച്ച് സ്ക്വയർ എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, വോൺ കർമാൻ ഇക്വേഷൻ തന്നിരിക്കുന്നത്. ഓക്കെ, കെ എച്ച് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ആ ഒരു ഫ്രാക്ഷൻ ഓഫ് ജി, അത് എത്രയാണെന്നുള്ളതാണ് നമ്മുടെ കെ എച്ച് എന്ന് പറയുന്നത്. ഗാമ ഡബ്ല്യു എന്ന് പറയുന്നത് യൂണിറ്റ് വെയിറ്റ് ഓഫ് ദി വാട്ടർ 9.81 ആൻഡ് എച്ച് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ അപ്സ്ട്രീം സൈഡിലുള്ള അല്ലെങ്കിൽ നമ്മുടെ റിസർവറിൽ വാട്ടർ എത്ര ഹൈറ്റിലുണ്ട് അതാണ് നമ്മുടെ എച്ച് എന്ന് പറയുന്നത്. ആൻഡ് 0.555 കെ എച്ച് ഗാമ ഡബ്ല്യു ക്യാപിറ്റൽ എച്ച് സ്ക്വയർ ആണ് നമ്മുടെ ഹൈഡ്രോഡൈനാമിക് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്നാണ് വോൺ കർമാൻ അദ്ദേഹത്തിൻ്റെ സ്റ്റഡീസിലൂടെ കണ്ടുപിടിച്ചത്. ആൻഡ് ഈ ഒരു റിസൾട്ടൻ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് 4h/3π എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസിലാണ്. ബേസിൽ നിന്നും 4h/3π എന്ന് പറയുന്ന ഡിസ്റ്റൻസിലാണ് ഈ ഒരു റിസൾട്ടൻ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നതെന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു. അതിനുശേഷം പിന്നെ വന്നതാണ് സാങ്കർ ഫോർമുല. ഓക്കെ, സാങ്കർ ഫോർമുലയിൽ പറയുന്നത് പി ഇ എന്ന് പറയുന്നത് 0.726 സ്മോൾ പി ഇ
എച്ച് എന്നാണ് സാങ്കർ ഫോർമുലയിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് എന്താണ് അൺഫെമിലിയർ ആയിട്ടുള്ള ഒരു ടേമും കൂടി വന്നിട്ടുണ്ട്, സച്ച് ആസ് സ്മോൾ പി ഇ. ഓക്കെ, സ്മോൾ പി ഇ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് എ പ്രോഡക്റ്റ് ഓഫ് 4 another terms such as CM, KH, gamma W and ക്യാപിറ്റൽ എച്ച്. ഓക്കെ, അപ്പം എന്താണ് KH ഇവിടെ നമ്മുടെ വോൺ കർമാൻ ഫോർമുലയിൽ യൂസ് ചെയ്ത സെയിം തന്നെയാണ്. ഗാമ W 9.81 ആൻഡ് എച്ച് എന്ന് പറയുന്നത് അപ്സ്ട്രീം സൈഡിലുള്ളത്. ദെൻ CM എന്ന് പറയുന്നത് നമ്മുടെ ഓരോ ഡാമിൻ്റെയും സ്ലോപ്പിനനുസരിച്ചിട്ടുള്ള ഒരു എന്താണ് കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ് CM എന്ന് പറയുന്നത്. സ്ലോപ്പ് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ്. ആൻഡ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി പ്രോഡക്റ്റാണ് സ്മോൾ PE എന്ന് പറയുന്നത്. 0.726 സ്മോൾ PE ഇൻറ്റു എച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും, ഹൈഡ്രോഡൈനാമിക് ഫോഴ്സ് ക്യാപിറ്റൽ PE കിട്ടും. അതാണ് സാങ്കേഴ്സ് ഫോർമുലയിൽ പറയുന്നത്. അപ്പോൾ ഇത് രണ്ടുമാണ് ഹൊറിസോണ്ടൽ ആക്സിലറേഷൻ്റെ എഫക്റ്റിൽ വരുന്നത്. ആൽഫ എച്ചിൻ്റെ എഫക്റ്റ്, ഹൈഡ്രോഡൈനാമിക് പ്രഷറും അതുപോലെ ഹൊറിസോണ്ടൽ ഇനർഷ്യ ഫോഴ്സും. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നൊരു ഡിസ്റ്റർബിങ് ഫോഴ്സ് എന്ന് പറയുന്നത് സിൽറ്റ് പ്രഷറാണ്. സിൽറ്റ് പ്രഷർ വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്സ്ട്രീം സൈഡിൽ നമ്മൾ വാട്ടർ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോഴത്തേക്കും എന്തുണ്ടാവും, അതിൽ സിൽറ്റ് പാർട്ടിക്കിൾസ് ഉണ്ടാവും. ആൻഡ് എന്താണ് വെള്ളം അവിടെ നമ്മൾ കെട്ടി നിർത്തിയിരിക്കുകയാണ്. അപ്പം എന്തെയും സിൽറ്റ് പാർട്ടിക്കിൾസ് ഒക്കെ റിസർവോയറിൽ സെറ്റിലായി കഴിയുമ്പോഴത്തേക്കും ഈ ഒരു റിസർവോയറിലുള്ള വാട്ടർ എന്ത് ചെയ്യുന്നു, ഓൾറെഡി വാട്ടർ പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് കൂടാണ്ട് ഈ സെറ്റിലാവുന്ന സിൽറ്റ് പാർട്ടിക്കിൾസും കൂടി എന്ത് ചെയ്യും, ഡാമിലേക്ക് ഫോഴ്സ് ത്രസ്റ്റ് കൊടുക്കും. അതാണ് നമ്മുടെ സിൽറ്റ് പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സിൽറ്റ് പ്രഷറിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് റാങ്കൈൻസ് ഫോർമുലയാണ്. റാങ്കൈൻസ് ഫോർമുല, അതായത് നമ്മുടെ ആക്റ്റീവ് എർത്ത് പ്രഷർ അതുപോലെ തന്നെ പാസീവ് എർത്ത് പ്രഷറൊക്കെ വരുന്ന ഒരു റാങ്കൈൻസ് ഫോർമുലയാണ് ഈ ഒരു സിൽറ്റ് പ്രഷറിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാൽക്കുലേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഫോർമുലയാണ് തന്നിരിക്കുന്നത്. ഇപ്പം എന്താണ് പി എന്ന് പറയുന്നതാണ് നമ്മുടെ സിൽറ്റ് പ്രഷർ എന്നുണ്ടെങ്കിൽ അക്കോർഡിംഗ് ടു റാങ്കൈൻസ് ഫോർമുല അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ½ KA ഗാമ H² ആണ് എന്നാണ് റാങ്കൈൻസ് ഫോർമുല വെച്ചിട്ടുള്ള സിൽറ്റ് പ്രഷറിൻ്റെ ഫോർമുല പറയുന്നത്. ഓക്കെ, K എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ കോഎഫിഷ്യൻ്റ് ഓഫ് ആക്റ്റീവ് എർത്ത് പ്രഷർ, അതായത് 1 - sin⁵/1 + sin⁵ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണ് KA, കോഎഫിഷ്യൻ്റ് ഓഫ് ആക്റ്റീവ് എർത്ത് പ്രഷർ എന്ന് പറയുന്നത് KA. ദെൻ ഗാമ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ആ ഒരു സിൽറ്റ് പാർട്ടിക്കിളിൻ്റെ യൂണിറ്റ് വെയിറ്റ്. അപ്പോൾ അത് എന്താണ്, ഗാമ സബ്മേർജ്ഡ് ആണ് നമ്മൾ എടുക്കുന്നത്. സബ്മേർജ്ഡ് യൂണിറ്റ് വെയിറ്റ് ഓഫ് ദി സിൽറ്റ് പാർട്ടിക്കിൾസ് ആണ് എടുക്കുന്നത്. അതുപോലെ തന്നെ H², H എന്ന് പറയുന്നത് നമ്മുടെ റിസർവോയറിൽ എത്ര ഹൈറ്റ് വരെയാണ് ഈ ഒരു സിൽറ്റ് പാർട്ടിക്കിൾസ് ഡെപ്പോസിറ്റ് ആയിട്ടുള്ളത്, ആ ഒരു ഹൈറ്റ് ഓഫ് ദി സിൽറ്റ് ഡെപ്പോസിറ്റഡ് ആണ് സ്മോൾ h എന്ന് പറയുന്നത്. അപ്പം എന്താണ്, ½ KA ഗാമ സബ്മേർജ്ഡ് H² എന്ന് പറയുന്നതാണ് സിൽറ്റ് പാർട്ടിക്കിൾസ് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത്, വിച്ച് ഈസ് അനദർ ഡിസ്റ്റർബിങ് ഫോഴ്സ്. ആൻഡ് ഇതെന്ത് ചെയ്യുന്നു, വിച്ച് ഈസ് ആക്ടിങ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് h/3 ഫ്രം ദി ബേസ്. ഇത് റാങ്കൈൻസ് ഫോർമുല വെച്ചിട്ടാണ് സിൽറ്റ് പ്രഷറിൻ്റെ കാൽക്കുലേഷൻ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് ഐസ് പ്രഷറാണ്. ഐസ് പ്രഷർ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു ഐസ് പ്രഷറിൻ്റെ കേസ് വരുന്നത് കോൾഡ് കൺട്രീസിലാണ്. അതായത് കോൾഡ് കൺട്രീസിൽ വരുമ്പോഴത്തേക്കും റിസർവോയറിൻ്റെ ടോപ്പിൽ, അതായത് വാട്ടർ സർഫസിൽ എന്തുണ്ടാവും, ഐസ് ഫോം ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. സംടൈംസ് അത് മെൽറ്റ് ആവാനും അതുപോലെ തന്നെ എക്സ്പാൻഡ് ചെയ്യാനൊക്കെയുള്ള ചാൻസസ് ഉണ്ട്. ആൻഡ് ഈ ഒരു എന്താണ് എക്സ്പാൻഡിങ് ഐസ് എന്ത് ചെയ്യും, നമ്മുടെ ഡാമിലേക്ക് ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഐസ് പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദിസ് ഫോഴ്സ് ആക്ട്സ് ലീനിയർലി അലോങ് ദി എന്താണ് ലെങ്ത് ഓഫ് ദി ഡാം അറ്റ് ദി റിസർവോയർ ലെവൽ. ഓക്കെ, അപ്പം ഇത് കോൾഡ് കൺട്രീസിൽ മാത്രം വരുന്ന ഒരു പ്രശ്നമാണ് ഈ ഒരു ഐസ് പ്രഷറിൻ്റെ കേസ്. അങ്ങനെ നമ്മുടെ എന്താണ് ഡിസ്റ്റർബിങ് ഫോഴ്സസിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് വരുന്നത് എന്താണ്, നമ്മുടെ സ്റ്റെബിലൈസിങ് ഫോഴ്സ് എന്ന് പറയുന്നത് സെൽഫ് വെയിറ്റ് ഓഫ് ദി ഡാം ആണ്. ഓക്കെ, നമ്മുടെ എല്ലാ ഡിസ്റ്റർബിങ് ഫോഴ്സസിനെയും റെസിസ്റ്റ് ചെയ്ത് നിർത്തുന്നതാണ് ഈ ഒരു സ്റ്റെബിലൈസിങ് ഫോഴ്സ്, വിച്ച് ഈസ് അവർ വെയിറ്റ് ഓഫ് ദി ഡാം, സെൽഫ് വെയിറ്റ് ഓഫ് ദി ഡാം. നമ്മുടെ ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ 2D ആൻഡ് 2 ഡയമെൻഷണൽ അനാലിസിസ് ആണ് ചെയ്യുന്നത്. ഡാമിൻ്റെ വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ അനാലിസിസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കേസിൽ നമ്മൾ എന്ത് ചെയ്യും, ഡാമിൻ്റെ യൂണിറ്റ് ലെങ്ത് ആണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, വെയിറ്റ് ഓഫ് ദി ഡാമിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ യൂണിറ്റ് ലെങ്ത് ഓഫ് ദി ഡാം ആയിരിക്കും 2 ഡയമെൻഷണൽ അനാലിസിസിന് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ഡാമിൻ്റെ ക്രോസ് സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അതെന്ത് ചെയ്യുന്നു, നമ്മൾ റെക്റ്റാങ്കിളായിട്ടും അതുപോലെ തന്നെ ട്രയാങ്കിളായിട്ടും ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ സെക്ഷനിലും റെക്റ്റാങ്കുലറിലും അതുപോലെ തന്നെ ട്രയാങ്കുലർ സെക്ഷനിലും വരുന്ന വെയിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് ഈ വെയിറ്റ് എന്ത് ചെയ്യുന്നു, ആ ഓരോ സെക്ഷനിൻ്റെയും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലായിരിക്കും ആക്ട് ചെയ്യുന്നത്, റെക്റ്റാങ്കിളിലും ട്രയാങ്കിളിലും. ദെൻ ഈ രണ്ട് വെയിറ്റിൻ്റെയും കൂടി
ടോട്ടൽ ആയിട്ടുള്ള റിസൾട്ടൻ്റ് ആണ് നമ്മുടെ ടോട്ടൽ വെയിറ്റ് ഓഫ് ദി ഡാം ആയിട്ട് എടുക്കുന്നത്. ആൻഡ് ദാറ്റ് റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, ഡാമിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ ആക്ട് ചെയ്യും. അപ്പം കാൽക്കുലേഷൻ്റെ ഈസിനെസ്സിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, റെക്റ്റാങ്കിൾ ട്രയാങ്കിൾ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് വെയിറ്റ് എത്രയാണെന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ റിസൾട്ടൻ്റ് എടുക്കുക ചെയ്യുന്നത്. ഓക്കെ, അതാണ് നമ്മുടെ റെസിസ്റ്റിംഗ് ഫോഴ്സ്, സ്റ്റെബിലൈസിങ് ഫോഴ്സ്, വെയിറ്റ് ഓഫ് ദി ഡാം, സെൽഫ് വെയിറ്റ് ഓഫ് ദി ഡാം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ ടൈപ്പ് ഓഫ് ഫോഴ്സസ് ആക്ടിങ് ഇൻ എ ഗ്രാവിറ്റി ഡാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കേണ്ടത് മോഡ്സ് ഓഫ് ഫെയിലുവർ ആണ്. ഓക്കെ, ഈ ഓരോ ഫോഴ്സും ആക്ട് ചെയ്യുന്നത് കാരണം ഡാമിൽ എങ്ങനെയൊക്കെയാണ് ഫെയിലുവർ ഉണ്ടാകുന്നത്. മെയിനായിട്ട് എന്താണ്, 4 ടൈപ്പ് ഫെയിലുവർ ആണ് വരാൻ ചാൻസ് ഉള്ളത്. അതായത് ഓവർ ടേണിംഗ് ഫെയിലുവർ, അതുപോലെ തന്നെ സ്ലൈഡിംഗ് ഫെയിലുവർ, ദെൻ എന്താണ് കംപ്രഷൻ അല്ലെങ്കിൽ ക്രഷിംഗ് ഫെയിലുവർ ആൻഡ് ടെൻഷൻ ഫെയിലുവർ. ഇങ്ങനെ 4 ഫെയിലുവേഴ്സാണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓവർ ടേണിംഗ് ഫെയിലുവർ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, നമ്മുടെ ഓവർ ടേണിംഗ് ഫെയിലുവർ ഏത് കണ്ടീഷനിലാണ് ഉണ്ടാവുന്നത് നോക്കിക്കഴിഞ്ഞാൽ റിസൾട്ടൻ്റ് ഫോഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, ടോട്ടൽ റിസൾട്ടൻ്റ്, അതായത് നമ്മുടെ ഡാമിൽ ആക്ട് ചെയ്യുന്ന എല്ലാ ഫോഴ്സസിൻ്റെയും കൂടി റിസൾട്ടൻ്റ് ഫോഴ്സ് എടുക്കുമ്പോഴത്തേക്കും ഏതെങ്കിലും ഒരു കണ്ടീഷനിൽ അത് എന്ത് ചെയ്യുന്നു, ഡൗൺ സ്ട്രീം സൈഡിലുള്ള ടോയിനെയും കട്ട് ചെയ്ത് അതിന് പുറത്ത് പോയി കഴിഞ്ഞാൽ റിസൾട്ടൻ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എന്താണ്, ഡാമിൻ്റെ ഡൗൺ സ്ട്രീമിലുള്ള ടോയിനും കഴിഞ്ഞിട്ടുള്ള സ്പേസിലാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നു, ഓവർ ടേണിംഗ് ഫെയിലുവർ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അതായത് അവിടെ എന്ത് ചെയ്യുന്നു, ഒരു ക്ലോക്ക് വൈസ് മൊമെൻറ്റ് ടോയിൽ ആക്ട് ചെയ്യാനുള്ള ഒരു കണ്ടീഷൻ അവിടെ ഡെവലപ്പ് ആവുന്നു. ആൻഡ് ആസ് എ റിസൾട്ട് എന്ത് ചെയ്യുന്നു, ഓവർ ടേണിംഗ് ഫെയിലുവർ ഉണ്ടാവുന്നു. ഓക്കെ, അതേസമയം നമ്മുടെ ഒരു റിസൾട്ടൻ്റ് ഓഫ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഡാമിൻ്റെ ഉള്ളിൽ തന്നെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു കേസ് വരത്തില്ല. ടോയും കഴിഞ്ഞ് പുറത്തേക്ക് പോയി കഴിഞ്ഞാലാണ് ഈ ഒരു ഓവർ ടേണിംഗ് ഫെയിലുവർ വരാനുള്ള ചാൻസ് ഉള്ളത്. അപ്പം എന്താണ്, നമ്മൾ ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ എന്താണ് സ്റ്റെബിലിറ്റി നോക്കുമ്പോഴത്തേക്കും ഇറ്റ് ഷുഡ് ബി സേഫ് എഗൻസ്റ്റ് ഓവർ ടേണിംഗ്. ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഓവർ ടേണിങ്ങിൻ്റെ ഫാക്ടർ ഓഫ് സേഫ്റ്റി കാൽക്കുലേറ്റ് ചെയ്യും. ഓവർ ടേണിങ്ങിൻ്റെ ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് സിഗ്മ MR ബൈ സിഗ്മ MO ആണ്. ഓക്കെ, അതായത് നമ്മുടെ റെസിസ്റ്റിംഗ് മൊമെൻറ്റും അതുപോലെ തന്നെ ഓവർ ടേണിംഗ് മൊമെൻറ്റ്സും സിഗ്മ MR ബൈ സിഗ്മ MO ചെയ്യുമ്പോഴത്തേക്കും ആണ് നമ്മുടെ ഫാക്ടർ ഓഫ് സേഫ്റ്റി കിട്ടുന്നത്. ആൻഡ് ഈ ഒരു ഫാക്ടർ ഓഫ് സേഫ്റ്റിയുടെ വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഡാം ഓവർ ടേണിങ്ങിന് സേഫ് ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതാണ് നമുക്ക് ഫസ്റ്റ് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ഫെയിലുവർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വരാൻ ചാൻസ് ഉള്ളതാണ് സ്ലൈഡിംഗ് ഫെയിലുവർ. ഓക്കെ, സ്ലൈഡിംഗ് ഫെയിലുവർ വരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു എന്താണ് സ്ട്രക്ചർ സ്ലൈഡ് ആവുന്നത് എപ്പോഴാണ്, അതിൽ ആക്ട് ചെയ്യുന്ന ഹൊറിസോണ്ടൽ ഫോഴ്സസിനെ ആ ഒരു സ്ട്രക്ചർ കൊടുക്കുന്ന ഫ്രിക്ഷണൽ റെസിസ്റ്റൻസിന് എന്ത് ചെയ്യാൻ, ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് കുറവും അതിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഹൊറിസോണ്ടൽ ഫോഴ്സസ് കൂടുതലുമാണെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും, സ്ലൈഡ് ചെയ്ത് ഫെയിലാവും. ആ സെയിം കണ്ടീഷൻ തന്നെയാണ് ഡാമിൻ്റെ കേസിലും. ടോട്ടൽ ഹൊറിസോണ്ടൽ ഫോഴ്സ് എന്താണ് ഫ്രിക്ഷണൽ റെസിസ്റ്റൻസിനെക്കാട്ടിലും കൂടുതലാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റുന്നു, സ്ലൈഡിംഗ് ഫെയിലുവർ ഉണ്ടാവുന്നു. ഓക്കെ, സോ എന്താണ് സ്ലൈഡിങ്ങിന് അഗെൻസ്റ്റ് ആയിട്ടുള്ള ഫാക്ടർ ഓഫ് സേഫ്റ്റി നമ്മൾ എന്ത് ചെയ്യുന്നു, ഫാക്ടർ ഓഫ് സേഫ്റ്റി അഗെൻസ്റ്റ് സ്ലൈഡിങ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മുടെ ടോട്ടൽ ഹൊറിസോണ്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് സിഗ്മ H ആണ്. ആൻഡ് നമ്മുടെ എന്താണ് സിഗ്മ H നമ്മുടെ ടോട്ടൽ ഹൊറിസോണ്ടൽ ഫോഴ്സും അതുപോലെ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് മ്യൂ സിഗ്മ V ആണ് നമ്മുടെ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. അപ്പം മ്യൂ സിഗ്മ V എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ സിഗ്മ H. ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ടോട്ടൽ ഹൊറിസോണ്ടൽ ഫോഴ്സിനെക്കാട്ടിലും കൂടുതലാണെങ്കിൽ മാത്രമേ ആ ഒരു സ്ട്രക്ചർ സ്ലൈഡ് ചെയ്ത് ഫെയിൽ ആവാണ്ടിരിക്കുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, മ്യൂ സിഗ്മ V ബൈ സിഗ്മ H എന്ന് പറയുന്നതാണ് നമ്മുടെ ഫാക്ടർ ഓഫ് സേഫ്റ്റി അഗെൻസ്റ്റ് സ്ലൈഡിങ് എന്ന് പറയുന്നത്. സോ ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഗ്രേറ്റർ ദാൻ 1 വന്നാലേ അതെന്ത് ചെയ്യത്തുള്ളൂ, സ്ലൈഡിങ്ങിന് അഗെൻസ്റ്റ് ആയിട്ട് സേഫ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇതാണ് സെക്കൻഡ് ടൈപ്പ് ഓഫ് ഫെയിലുവർ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് എന്താണ്, കംപ്രഷൻ ഫെയിലുവർ അല്ലെങ്കിൽ ക്രഷിംഗ് ഫെയിലുവർ ആണ്. ഓക്കെ, അത് വരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ഡാം
മെറ്റീരിയൽസ് കാരണം ഫെയിൽ ആവാനുള്ളൊരു ചാൻസാണ് ഈ ഒരു കംപ്രഷൻ ഫെയിലുവർ അല്ലെങ്കിൽ ക്രഷിംഗ് ഫെയിലുവർ എന്ന് പറയുന്നത്. അപ്പം അത് വരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ഡാമും ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്കും അതിൽ അലവബിൾ സ്ട്രെസ്, മാക്സിമം അലവബിൾ സ്ട്രെസ് എത്രയാണ് അല്ലെങ്കിൽ അത്രയും സ്ട്രെസ് വരെയേ ഡാം വിസ്റ്റാൻഡ് ചെയ്യുള്ളൂ എന്ന കേസ് വരുന്ന അങ്ങനെ ഒരു ഡിസൈൻ കൺസിഡറേഷൻ കൊടുത്തിട്ടാണ് നമ്മൾ ഓരോ ഡാമും ഡിസൈൻ ചെയ്യുന്നത്. അപ്പം ബൈ മെറ്റീരിയൽസ് ഇൻ കേസ് ഏതെങ്കിലും ഒരു കണ്ടീഷനിൽ ആ ഡാമിൽ നമ്മുടെ ആ ഒരു അലവബിൾ സ്ട്രെസ്സിനെക്കാട്ടിലും കൂടുതലായിട്ടുള്ള സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ആ മെറ്റീരിയൽസ് ഒക്കെ ക്രഷായി ഡാം ഫെയിൽ ആവാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അങ്ങനെ ഒരു കണ്ടീഷൻ വരുമ്പോഴാണ് നമുക്ക് എന്ത് പറ്റുന്നത്, ക്രഷിംഗ് ഫെയിലുവർ ഒക്കർ ചെയ്യുന്നത്. ആൻഡ് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വെർട്ടിക്കൽ സ്ട്രെസ്സസ് ആണ് യൂസ് ചെയ്യുന്നത്. വെർട്ടിക്കൽ സ്ട്രെസ്സസ് നമ്മൾ എന്ത് ചെയ്യുന്നു, കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡയറക്റ്റ് സ്ട്രെസ്സിൻ്റെയും അതുപോലെ തന്നെ ബെൻഡിങ് സ്ട്രെസ്സിൻ്റെയും കൂടി സമ്മായിട്ടാണ്. ആൻഡ് വെർട്ടിക്കൽ സ്ട്രെസ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ യൂസിങ് ദി ഇക്വേഷൻ സിഗ്മ വി ബൈ ബി ഇൻറ്റു 1 + 6e ബൈ ബി, 1 ± 6e ബൈ ബി എന്നുള്ളതാണ് നമ്മുടെ വെർട്ടിക്കൽ സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇത് എന്താണ്, പി മാക്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 1 + 6e ബൈ ബിയും അതുപോലെ പി മിനിമം ആണെന്നുണ്ടെങ്കിൽ 1 - 6e ബൈ ബിയും എടുക്കുന്നു. മാക്സിമം വെർട്ടിക്കൽ സ്ട്രെസ്സും മിനിമം വെർട്ടിക്കൽ സ്ട്രെസ്സും. ഓക്കെ, അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ്. സോ ഇതിൻ്റെ അകത്ത് ഇ എന്ന് പറയുന്നത് എന്താണ്, എക്സെൻട്രിസിറ്റിയാണ് റിസൾട്ടൻറ്റ് ഫോഴ്സിൻ്റെ. ആൻഡ് വി എന്ന് പറയുന്നത് ടോട്ടൽ വെർട്ടിക്കൽ ഫോഴ്സ്, ബി എന്ന് പറയുന്നത് ഡാമിൻ്റെ ബേസ് വിഡ്ത്ത്. ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, വെർട്ടിക്കൽ സ്ട്രെസ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വെർട്ടിക്കൽ സ്ട്രെസ് നമ്മുടെ അലോവബിൾ സ്ട്രെസ്സിനെക്കാട്ടിലും കുറവാണെന്നുണ്ടെങ്കിൽ ക്രഷിംഗ് ഉണ്ടാവത്തില്ല. അതേസമയം കൂടുതലായിട്ട് വന്നാലാണ് അവിടെ എന്ത് പറ്റുന്നത്, ക്രഷിംഗ് ഉണ്ടാവാനുള്ള ചാൻസ്, ക്രഷിംഗ് ഫെയിലുവർ ഉണ്ടാകുന്നത്. ആൻഡ് ലാസ്റ്റ് ടൈപ്പ് ഓഫ് ഫെയിലുവർ എന്ന് പറയുന്നത് ടെൻസൈൽ ഫെയിലുവർ ആണ്. ടെൻസൈൽ ഫെയിലുവർ ഉണ്ടാകുന്നത് നമ്മൾ എന്താണ്, ഗ്രാവിറ്റി ഡാംസ്, കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാംസ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് അതിൽ ഒരു സെക്ഷനിലും ടെൻഷൻ ഡെവലപ്പ് ചെയ്യില്ല എന്നുള്ള ഒരു അസംഷനിലാണ്. ബിക്കോസ് നമ്മൾ കോൺക്രീറ്റ് ആണ് യൂസ് ചെയ്യുന്നത്, റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് അല്ല, വെറും കോൺക്രീറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. കോൺക്രീറ്റ് എന്ന് പറയുന്നത് വീക്ക് ഇൻ ടെൻഷനാണ്. അതിൽ നമ്മൾ സ്റ്റീലും കൂടി പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അതിന് ടെൻസൈൽ ഫോഴ്സസിനെ വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ സ്റ്റീൽ പ്രൊവൈഡ് ചെയ്യാണ്ട് മേസൺറി അല്ലെങ്കിൽ കോൺക്രീറ്റ് മാത്രം വെച്ച് കൺസ്ട്രക്ഷൻ ചെയ്യുന്നത് ഇതിൽ എന്ത് ചെയ്യത്തില്ല, ടെൻഷൻ ഒന്നും ഡെവലപ്പ് ചെയ്യത്തില്ല എന്നുള്ളൊരു വിശ്വാസം. പക്ഷേ ഏതെങ്കിലും ഒരു കേസിൽ എന്ത് ചെയ്യാം, ടെൻഷൻ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡാം എന്ത് ചെയ്യാം, ഫെയിൽ ചെയ്യാം. മെറ്റീരിയൽസിൻ്റെ ടെൻഷൻ വിസ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല കോൺക്രീറ്റിന്. ഓക്കെ, സോ ദാറ്റ് ഇറ്റ് വിൽ ഫെയിൽ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടെൻഷൻ ഫെയിലുവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ഡാം സേഫായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ, അതായത് ടെൻഷൻ ഉണ്ടാവരുത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ എന്താണ് ഡയമെൻഷൻസ് നമ്മൾ ഫിക്സ് ചെയ്യുമ്പോഴത്തേക്കാണ് അത് നോക്കേണ്ടത്. ടെൻഷൻ ഉണ്ടാവാത്ത രീതിയിൽ ഡാമിൻ്റെ ഡയമെൻഷൻസ് ഫിക്സ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ വെർട്ടിക്കൽ സ്ട്രെസ്സിൻ്റെ ഇക്വേഷനാണ്. ഓക്കെ, വെർട്ടിക്കൽ സ്ട്രെസ് നമ്മൾ മിനിമം വെർട്ടിക്കൽ സ്ട്രെസ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ സിഗ്മ വി ബൈ ബി ഇൻറ്റു 1 - 6e ബൈ ബി എന്നുള്ളതാണല്ലോ. മിനിമം ആയതുകൊണ്ട് 1 - 6e ബൈ ബി. ഓക്കെ, അപ്പം മിനിമം വെർട്ടിക്കൽ സ്ട്രെസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു കേസിൽ നമ്മുടെ ആ ഒരു ഡാമിൻ്റെ സെക്ഷനിൽ ടെൻഷൻ ഡെവലപ്പ് ചെയ്യരുതെന്നുണ്ടെങ്കിൽ നമ്മുടെ മിനിമം വെർട്ടിക്കൽ സ്ട്രെസ് എന്ന് പറയുന്നത് എന്ത് വരണം, 0 വരണം. ഓക്കെ, മിനിമം വെർട്ടിക്കൽ സ്ട്രെസ് 0 വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റത്തില്ല, ഡാമിൽ ടെൻഷൻ ഉണ്ടാവത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, പി മിനിമത്തിനെ 0ക്ക് ഇക്വേറ്റ് ചെയ്യുന്നു. സിഗ്മ വി ബൈ ബി ഇൻറ്റു 1 - 6e ബൈ ബി ഈസ് ഈക്വൽ ടു 0 എന്ന് ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും, അതിൽ നിന്ന് നമുക്ക് എക്സെൻട്രിസിറ്റിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ 1 - 6e ബൈ ബി ആണ് 0 ആവുന്നത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പം. സോ ദാറ്റ് ഇൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എന്തെന്ന് കിട്ടും, b/6 എന്ന് കിട്ടും. ഓക്കെ, അതായത് ഇതെന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകാവുന്ന മാക്സിമം എക്സെൻട്രിസിറ്റിയാണ്. ഓക്കെ, മാക്സിമം എക്സെൻട്രിസിറ്റിയുടെ വാല്യൂ ആണ് b/6 എന്ന് നമുക്ക് കിട്ടിയത്. അപ്പം നമ്മുടെ ഡാമിൽ ഒരു സെക്ഷനിലും ടെൻഷൻ ഉണ്ടാവരുത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ടോട്ടൽ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത്, ഡാമിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ റിസൾട്ടൻ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി വിത്തിൻ ദി മിഡിൽ തേർഡ്. ഓക്കെ, മിഡിൽ തേർഡിനുള്ള ആയിരിക്കണം നമ്മുടെ റിസൾട്ടൻറ്റിൻ്റെ ലൊക്കേഷൻ. അങ്ങനെയുള്ള ഒരു ഡിസൈൻ കൺസിഡറേഷൻ വരുന്നത് ഈ ഒരു എക്സെൻട്രിസിറ്റി ഈസ് മാക്സിമം വാല്യൂ ഓഫ് എക്സെൻട്രിസിറ്റി ഈസ് ഈക്വൽ ടു b/6 എന്ന് പറയുന്ന ഈ ഒരു ഫോർമുലയിൽ നിന്നുമാണ് നമ്മുടെ റിസൾട്ടൻറ്റ് ഫോഴ്സ് എന്ത് ചെയ്യണം, ഇറ്റ് ഷുഡ് ലൈ വിത്തിൻ ദി മിഡിൽ തേർഡ് എന്ന് പറയുന്ന ഡിസൈൻ കൺസിഡറേഷൻ വരുന്നത്. ഇനി ഈ ഒരു കണ്ടീഷൻ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവത്തില്ല, ടെൻഷൻ ഡാമിൽ ഡെവലപ്പ് ചെയ്യത്തില്ല, ഡാമിൽ ടെൻസൈൽ ഫെയിലുവർ ഓക്കർ ചെയ്യത്തില്ല എന്ന് നമുക്ക് പറയാം. ഇതാണ് നമ്മുടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫെയിലുവർ എന്ന് പറയുന്നത്. ഓക്കെ.